ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ചിഞ്ചസ് വ്ളോഗ്. നമ്മളിന്ന് എന്നത്തെയും പോലും ബ്യൂട്ടി വ്ളോഗൊന്നും അല്ല കേട്ടോ ഗൈസ്. നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹസ്സുണ്ട്, ഉമ്മയുണ്ട്, മോളുണ്ട്, പിന്നെ എളാമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ ഹസ്സിൻ്റെ സ്വന്തം നാടായ അമ്പലവയലിലെ ഫ്ലവർ ഷോ 2026 ഫ്ലവർ ഷോക്കാണ്. ഇന്നവിടെ റിമി ടോമി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിമി ടോമിയെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഹസ് കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ റിമി ടോമി വരുന്നതുകൊണ്ട് ജനസാഗരമാണ് ഗൈസ്. ഞങ്ങളൊക്കെ എല്ലാവരും ഉന്തിക്കൊണ്ടുപോവുക ചെയ്യുന്ന അത്രയും ജനസാഗരമാണ്. നമുക്ക് വീഡിയോസൊന്നും എടുക്കാനേ പറ്റുന്നില്ല. നടന്നു പോകുമ്പോൾ പറ്റുന്ന പോലെ എടുക്കാമെന്നുള്ളൂ. അവരൊരു കരടിക്കുട്ടനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് അമ്പി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ഇവിടെ ഒരു വെള്ളം പൊങ്ങുന്ന ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുന്ന പോലെ എടുക്കുക എന്നുള്ളൂ ഗൈസ്. നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അത്രയും ജനസാഗരമാണ്. കണ്ടോ നല്ല അടിപൊളിയാണല്ലേ. നല്ല പൊക്കത്തി പൊങ്ങുന്നൊക്കെ ഉണ്ടല്ലേ ഗൈസ്, നല്ല അടിപൊളിയാണല്ലേ. അത് കഴിഞ്ഞ് അമ്പി റൈഡ്സിലൊക്കെ കയറാൻ പോയി. ആദ്യം കയറണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ കയറണം എന്ന് പറഞ്ഞു. കയറിയ പിന്നെ ഇറങ്ങത്തുമില്ല, അതാണ്. കയറിയ ഇറങ്ങത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനതിൽ കയറി നടന്നപ്പോൾ തന്നെ ഞാൻ ക്ഷീണയായി. എനിക്ക് കാല് വേദനിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഞാൻ ചെറിയൊരു റെസ്റ്റിലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ നമ്മൾ പറയും. അപ്പോൾ അവളങ്ങനെ റൈഡ്സിലൊക്കെ കയറി കളിച്ച് നമ്മളൊന്നിലും കയറിയൊന്നുമില്ല കേട്ടോ ഗൈസ്. എനിക്ക് റെസ്റ്റൊക്കെ ആയതുകൊണ്ട് ഞാനും ഹസ്സൊന്നും ഒന്നിലും കയറിയൊന്നുമില്ല. കുറച്ച് സാധനത്തിലൊക്കെ അവളെ കയറ്റിയിട്ട് ഞങ്ങൾ വേഗം റിമി ടോമിയെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ വേഗം പോയിട്ടോ ഗൈസ്. പിന്നെ അവിടെ വലിയൊരു സ്റ്റാളുണ്ടായിരുന്നു ഗൈസ്. അവിടെ കയറിയിട്ട് ഞങ്ങൾ കുറേ ഐസ്ക്രീം, മിഠായി ഇതൊക്കെ വാങ്ങി. കുറച്ച് കോസ്റ്റ് ഉണ്ട്, പക്ഷേ എന്താ എല്ലാ ഐറ്റംസും ഉണ്ട് ആ സ്റ്റാളിൻ്റെ ഉള്ളിൽ. നമ്മളെ പ്ലാന്റ്സ്, പിന്നെ ഈ ഫാൻസി ഐറ്റംസ് ഉണ്ട്, പിന്നെ ഹെയർ ഓയിൽസ് ഇല്ലേ, ആദിവാസി ഹെയർ ഓയിൽ, ബുക്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പിക്ക് ഈ റൈഡ്സിലൊന്നും കയറാൻ വലിയ പിടുത്തല്ല. ആദ്യമൊക്കെ പമ്മിയൊക്കെ കയറിയിരുന്നത്, പിന്നെ അങ്ങോട്ട് ശരിയായതാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കോളിഫ്ലവർ ഫ്രൈ, ബജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബജിയൊക്കെ വാങ്ങി കഴിച്ചു, ചായയൊക്കെ കുടിച്ചു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് റിമി ടോമിയെ കാണാനെത്തിയപ്പോൾ ജനസാഗരമാണ് ഗൈസ്. അവിടെ സ്റ്റേജിന് മുന്നിൽ കാല് വെക്കാൻ കൂടെ സ്ഥലമല്ല. അങ്ങനെ കുറേ ആൾക്കാരുടെ തല കണ്ടു, ഇന്ദ്രഊഞ്ഞാൽ കണ്ടു, പിന്നെ കുറേ റൈഡ്സ് കണ്ടു. പിന്നെ നമ്മൾ ആ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ബാക്കിലേക്ക് വന്ന് നിന്ന് റൈഡ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാട്ട് നമുക്ക് കേൾക്കാൻ നല്ലത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് ഗൈസ്. പോകുമ്പോൾ റോഡ് മൊത്തം ബ്ലോക്കാണ് ഗൈസ്, ഭയങ്കര ബ്ലോക്കാണ്. അതിൻ്റെ ഇടയിൽ കുട്ടു കാർ എടുക്കാൻ പാർക്കിങ്ങിലേക്ക് പോയപ്പോൾ ഞങ്ങൾ കുറേ സമയമാവുമല്ലോ ബ്ലോക്കൊക്കെ മാറ്റി വരണമെങ്കിൽ. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. ഇളാമ്മ ഉമ്മ ഒക്കെ ബത്തക്ക വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു, പിന്നെ ഞാൻ ചായ കുടിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയോണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ബ്ലോക്കുണ്ട് ഗൈസ്. അപ്പോൾ എളാമാൻ്റെ വീട്ടിൽ ഇറക്കി വിടണം. ഞങ്ങൾ ബത്തേരിയാണ് നിൽക്കുന്നത്. മോളെ പഠിത്തവും മോള് സ്കൂളും പിന്നെ ഇക്കയുടെ മൊബൈൽ ഷോപ്പും ഞാൻ മെഹന്തി അവിടെ ഷോപ്പിൽ തന്നെയായിരുന്നു, ബ്രൈഡൽ റെൻ്റൽ ഷോപ്പിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടത്തേക്കൊക്കെ അടുത്തായിട്ടാണ് ഞങ്ങൾ ബത്തേരി സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടാണ് കേട്ടോ ഗൈസ് പോകുന്നത്. ഉമ്മാക്കും ഇവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പൊടിയും പിന്നെ സൗണ്ടും ഒക്കെ കാരണം ഇക്കയ്ക്ക് ഹെഡേക്കൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ മിണ്ടാണ്ട് പോവാണ് കേട്ടോ. ഇക്കയ്ക്ക് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ വേഗം വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടക്കണം, എന്നാലേ തലവേദന മാറുള്ളൂ. എനിക്കും ചെറുതായിട്ട് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്.
അപ്പോൾ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.